വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരുപാട് ശരീരമാറ്റങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലുള്ള ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട്. പ്രഗ്നൻസി ലക്ഷണങ്ങൾ കണ്ടിട്ട് അത് PCOD-യുടേതാണെന്ന് തെറ്റിദ്ധരിച്ചു, പ്രിമെൻസ്ട്രൽ സിംറ്റം ആണെന്ന് തെറ്റിദ്ധരിച്ചു, പ്രഗ്നന്റ് ആയിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റിയത്. ചിലർ ഡിറ്റക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ മിസ്കാരേജ് ആയിപ്പോയി, ചിലർക്ക് ട്യൂബൽ പ്രഗ്നൻസി ആയിപ്പോയി എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വീഡിയോ കേൾക്കുന്നവർക്കൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ മാറിയിട്ടുള്ള ജീവിതശൈലിയും ജീവിത രീതിയും ഒക്കെ വെച്ചിട്ട് ഒരുപാട് വിയേർഡ് ആയിട്ടുള്ള പല തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും പലർക്കും ഉണ്ടാവുന്നുണ്ട്. ഇത് പ്രഗ്നൻസിയുടെ ലക്ഷണമാണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളാണ് പലർക്കും ഉണ്ടാവുന്നത്. അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് പ്രഗ്നൻസി കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും ശരീരം ഒരു പടി കൂടി ഉയർത്തി ഒന്ന് കെയർ ചെയ്യാനും നമ്മൾക്ക് സാധിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ഓവുലേഷൻ സമയത്തിന് ശേഷമാണ് കേൾക്കുന്നതെങ്കിൽ, ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് കേൾക്കാതിരിക്കുക. അങ്ങനെയല്ല, ഇത് കേൾക്കുമ്പോഴും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് കേട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അവയർനെസ് മാത്രമായിട്ട് കൺസിഡർ ചെയ്യുന്നവരെ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ പറയുന്ന പ്രഗ്നൻസിയുടെ സോക്കോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങളായിട്ടുള്ള വൊമിറ്റിംഗ് ഇല്ലാതെ, തലകറക്കമില്ലാതെ, തലകറങ്ങി വീടിലില്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പീരീഡ് മിസ് ആകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളുടെ ഓരോ ശരീരഭാഗങ്ങളിലും പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അവിടെ നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലും ഉണ്ടാകുന്ന ഡ്രൈ സ്കിന്നിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. നമ്മുടെ സ്കിൻ പല സിറ്റുവേഷനുകളിൽ ഡ്രൈ ആവാറുണ്ട്. ഏറ്റവും കൂടുതൽ തണുപ്പ് വരുന്ന സമയത്ത് ഒക്കെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്നത് കൂടുതലായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ സ്കിൻ ഡ്രൈ ആകുമോ, അത് എപ്പോൾ മുതലാണ് അത്തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ഓരോ ശരീരഭാഗങ്ങളും ഡ്രൈ ആകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഡ്രൈ ആകുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു മോയ്സ്ചറൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടിട്ട് സ്കിൻ ഒന്ന് വരണ്ടിരിക്കുന്നത് പോലുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുക. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പല സ്ത്രീകളിലും ഉണ്ടാകുന്ന ഒരു ശാരീരിക മാറ്റമാണ് ഇങ്ങനെ സ്കിൻ ഡ്രൈ ആകുന്നത്. നമ്മുടെ സ്കിൻ, അതുപോലെ നമ്മുടെ ലിപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലർക്കും ഡ്രൈ ആകുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ബ്രസ്റ്റ്, അതുപോലെ നമ്മുടെ വയറ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലായിരിക്കും ഈ ഡ്രൈനെസ് കൂടുതലായിട്ടും ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ആ ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പാകത്തിന് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിനുള്ള വാട്ടർ നമ്മളുടെ ശരീരത്തിൽ ഇല്ലാതെ ആയിട്ട് വരിക. ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ആ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഗ്രോയിങ് ബെല്ലിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ, ആ ഒരു കുഞ്ഞിനൊരു സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ ശരീരത്തിൽ കൂടിയേ തീരും. നമ്മൾ നോർമലി എത്രത്തോളം വെള്ളം കുടിക്കുന്നുണ്ടോ അതിനേക്കാളും ഇരട്ടി വെള്ളം നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും പ്രഗ്നൻസിയുടെ തുടക്ക കാലഘട്ടങ്ങളിലും ഒക്കെ നിങ്ങൾ കുടിക്കേണ്ടതാണ്. ഇങ്ങനെ വെള്ളത്തിന്റെ ആ ഒരു അംശം നമ്മളുടെ ശരീരത്തിൽ കുറയുമ്പോഴേക്കും ഇതിന്റെ ഒരു വാർണിംഗ് സിഗ്നലായിട്ട് നിങ്ങൾക്ക് സ്കിന്ന് ഡ്രൈ ആവുന്നതായിട്ട് ഫീൽ ചെയ്യാം. പ്രഗ്നന്റ് ആകുന്നവർക്ക് മാത്രമല്ല, പ്രഗ്നന്റ് ആകാത്തവർക്കും നിങ്ങൾ വെള്ളം കുടിക്കുന്നതിന്റെ അളവ് കുറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രൈ സ്കിൻ നിങ്ങൾക്ക് ഉണ്ടാകാം. രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്, നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ, നമ്മളുടെ രക്തയോട്ടം ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലും ഒരു 30 to 40% വരെ ഇൻക്രീസ് ആകാനായിട്ട് സാധ്യതയുണ്ട്. നോർമലി എത്രത്തോളമാണോ ഉണ്ടായത് അതിനേക്കാളും കുറച്ചും കൂടി ഇൻക്രീസ് ആകും. കാരണം അങ്ങനെ ഇൻക്രീസ് ആയാൽ മാത്രമേ ആ ഒരു കുഞ്ഞിനെ നമുക്ക് നല്ലതുപോലെ നറിഷ് ചെയ്ത് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിന് സാധിക്കുകയുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്. ഇത്തരത്തിൽ പെട്ടെന്നൊരു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു ബ്ലഡ് പാസ് ചെയ്ത് പോകുന്ന നമ്മുടെ ഞരമ്പുകളൊക്കെ ഒന്ന് എൻലാർജ് ആകാനായിട്ട് തുടങ്ങും. ഇങ്ങനെ ഒരു എൻലാർജ്മെന്റ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടും സ്കിന്ന് ഒന്ന് ഡ്രൈ ആകാനായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാകും. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് വരുന്നതാണ്. ഹോർമോൺ ചേഞ്ചസ് നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത്രയും നാൾ വരെ ചുരുങ്ങി നിന്നിരുന്ന ആ ഒരു ഗർഭപാത്രം പെട്ടെന്ന് അങ്ങോട്ട് വലുതാവാനായിട്ടും വളർന്നു വരാനായിട്ടും തുടങ്ങുന്ന ഒരു 3-ാമത്തെ മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ ആകുമ്പോഴേക്കും ചിലർക്ക് ചെറുതായിട്ടൊക്കെ വയറ് കാണാനായിട്ട് തുടങ്ങും കേട്ടോ. ഓരോരുത്തരിലും ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്കൊക്കെ വയറ് കാണാനായിട്ട് തുടങ്ങും. ഇങ്ങനെ നമ്മളുടെ ശരീരം ഒന്ന് വലുതാവാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ബ്രസ്റ്റ് ഒന്ന് എൻലാർജ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിലെ ആ ഒരു ഒരു മോയ്സ്ചർ അവിടെ നഷ്ടമാകാനായിട്ട് തുടങ്ങും. നമ്മുടെ ആ ഒരു സ്കിന്നിന്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാനായിട്ടുള്ള ഒരു കാര്യമൊക്കെ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ടും നമുക്ക് സ്കിന്നിൽ ഇത്തരത്തിൽ ഡ്രൈനെസ് ഫീൽ ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. സ്കിന്നിൽ ഇത്തരത്തിൽ ഡ്രൈനെസ് വരുന്നതോടൊപ്പം തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ചൊറിച്ചില്. നമ്മുടെ സ്കിന്ന്
വലുതാവുന്നതിന്റെ ഒന്ന് എൻലാർജ് ആവുന്നതിന്റെ ഭാഗമായിട്ട് പലർക്കും സ്കിന്നിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാം. ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്രസ്റ്റ് ഒന്ന് എൻലാർജ് ആവുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ബ്രസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് ചൊറിച്ചിലുണ്ടാകും. അതുപോലെ വയറിൽ നമുക്ക് ചൊറിച്ചിലുണ്ടാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ തൈസിൽ, നമ്മുടെ ആ ഒരു കാലിന്റെ തൊടയുടെ ഭാഗത്തുമൊക്കെ പലർക്കും ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഏർലി സ്റ്റേജിൽ തന്നെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ നിങ്ങൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിട്ടിട്ട് നിങ്ങൾ പയ്യൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. കൂടുതലായിട്ട് നമ്മൾ ചൊറിഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിൽ കൂടുതൽ ഇറിറ്റേഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. അതൊന്നും ഉപയോഗിക്കാത്തവരാണെങ്കിൽ പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ശരീരത്തിൽ നല്ലതുപോലെ എണ്ണ തേച്ച് നമ്മൾ കുളിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഒന്ന് ആ ഒരു ശരീരത്തിന്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റിയെ നല്ലതുപോലെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഇലാസ്റ്റിസിറ്റി ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളെ കൂടുതലായിട്ടും സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു തുടക്ക സ്റ്റേജിൽ നിങ്ങൾ വെള്ളം കുടിക്കുന്നതിന്റെ അളവും ധാരാളം നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ഒരു 3rd ട്രൈമസ്റ്ററിൽ ഉണ്ടാവുന്ന ഈ ഒരു ലക്ഷണം ആ ഒരു തുടക്ക സ്റ്റേജിൽ തന്നെ പലർക്കും ഫീൽ ചെയ്യാറുണ്ട്. കാരണം പെട്ടെന്നൊരു മാറ്റം ശരീരം പൊരുത്തപ്പെട്ട് വരാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ് നമ്മുടെ പ്രഗ്നൻസിയുടെ ആദ്യത്തെ ട്രൈമസ്റ്ററും നമ്മുടെ പീരിയഡ്സ് മിസ്സായിട്ടുള്ള ആദ്യത്തെ മാസവും. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്നൊരു ചേഞ്ചസ് നമ്മുടെ ബോഡിയിലോട്ട് മാറി വരുമ്പോഴേക്കും അതുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം ഒന്ന് സ്ട്രഗിൾ ചെയ്യും. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ചേഞ്ചസ് നിങ്ങളുടെ ബോഡിയിൽ വരുന്നത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെ നിങ്ങൾക്ക് ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. പീരിയഡ് ഡേറ്റ് മിസ് ആകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് പേര് ചെയ്തു വെക്കുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൂടി വീഡിയോയിൽ പറയാം കേട്ടോ. പലരും പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനലിൽ വന്ന് ചോദിക്കാറുണ്ട്, ചേച്ചി എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് എന്നതിനെ പറ്റിയിട്ട്. നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ പോയി കാണാം. വെരി നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ പോയി ഡോക്ടറെ കാണാം. ഒരു സെയിന്റ് ലൈൻ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡാർക്ക് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് സെയിന്റ് ലൈൻ കിട്ടുന്നതെങ്കിൽ വെരി നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ഡോക്ടറെ പോയി കാണണം. അല്ലെങ്കിൽ അന്ന് തന്നെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്ന് തന്നെ പോയി ഡോക്ടറെ കാണണം കേട്ടോ. അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്തും നമ്മുടെ ഒരു പ്രഗ്നൻസിയുടെ ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ കുഞ്ഞൊന്ന് വളരുന്നതിന് വേണ്ടിയിട്ടും കുഞ്ഞിനൊന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് ന്യൂട്രിയൻസ് ആവശ്യമായിട്ട് വരും, ഒരുപാട് വിറ്റമിൻസ് ആവശ്യമായിട്ട് വരും. ഇതെല്ലാം ഫസ്റ്റത്തെ സ്റ്റേജിൽ തന്നെ കുഞ്ഞിന് കിട്ടിയിട്ടില്ല എങ്കിൽ കുഞ്ഞിന്റെ ഭാവിയിലോട്ടുള്ള ഗ്രോത്തിനെ, ഡെവലപ്മെന്റിനെ, ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്നതിന്റെ, അതുപോലെ തന്നെ കുഞ്ഞിന്റെ സ്പൈനൽ കോഡിന്റെ ഡെവലപ്മെന്റിനെ ഒക്കെ ഇത് സാരമായിട്ട് തന്നെ ബാധിക്കും കേട്ടോ. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ തന്നെ എപ്പോഴാണോ പ്രഗ്നൻസി പോസിറ്റീവ് ആവുന്നത് അന്ന് വൈകുന്നേരമോ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് എപ്പോൾ പോകാൻ പറ്റുമോ അത്രയും ആ ഒരു ദിവസത്തെ തന്നെ നിങ്ങൾ പോയി കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.